ഹലോ എവരിവൺ, ദിസ് ഈസ് അഖിൽ. വെൽക്കം ടു അഖിൽ ഡിസൈൻ. കുറച്ച് തിരക്കുകളായതുകൊണ്ടാണ് പുതിയ പോസ്റ്റുകളൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കാഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നമുക്കൊരു ബിസിനസ് കാർഡ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ എല്ലായ്പ്പോഴും ലാൻഡ്സ്കേപ്പ് ആയിട്ടുള്ള കാർഡുകളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു പോർട്രേറ്റ് ഒരു കാർഡ് നമുക്ക് ഡിസൈൻ ചെയ്യാം. കാരണം എന്തുകൊണ്ട് പോർട്രേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് എപ്പോഴും ഹാൻഡിൽ ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് മറ്റേതെന്ന് പറയുന്നത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. എന്നാലും നമ്മൾ വരുന്ന ഒരിതുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇതൊരു പുതിയൊരു അനുഭവമായിരിക്കും, അല്ലെങ്കിൽ ഒരു പുതിയൊരു വെറൈറ്റി സാധനമായതുകൊണ്ട് നിങ്ങൾക്കിത് ട്രൈ ചെയ്യാവുന്നതാണ്. സെയിം തന്നെയാണ് ഇത്. നമ്മൾ ബിസിനസ് കാർഡ് ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ലാൻഡ്സ്കേപ്പിലാണെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത് 3.5 വിഡ്ത്തും 2 ആണ് ഞാനിവിടെ എടുക്കുന്നത് പോർട്രേറ്റ് വേണ്ടിയിട്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ചെയ്യുവാണെങ്കിൽ, നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കത് റൊട്ടേറ്റ് ചെയ്താൽ മതി, ഓറിയൻറ്റേഷൻ മാറ്റിയാൽ മതി. പിന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ പേരുകൾ അല്ലെങ്കിൽ അൺടൈറ്റിൽ വൺ എന്ന് പറയുന്നത്, അപ്പോൾ വീണ്ടും നമ്മളത് സേവ് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് അങ്ങ് കൊടുക്കാം. അങ്ങനെ നമ്മൾ ശീലിക്കണം. ഒരു ബിസിനസ് കാർഡ് പോട്ട്, ഓക്കെ, ഒരു ബിസിനസ് കാർഡ് പോട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ തന്നെ അത് കൊടുത്ത് ശീലിക്കണം. ഞാനിത് പലപ്പോഴും പല ആൾക്കാരും ഇങ്ങനെ ഡിസൈൻ ഒക്കെ ചെയ്യുമ്പോഴും ഞാനത് കാണാറുണ്ട്. അപ്പം അത് ഞാനും പണ്ട് അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് അത് ഇങ്ങനെ മാറി മാറി വന്നു. ഓക്കെ. അപ്പം നമ്മൾ പോർട്രേറ്റ് ഇത് പകരം ബിസിനസ് കാർഡ് പോട്ട് എന്ന് പറയുന്നത് ഞാനിവിടെ ഒരു ഇത് കൊടുക്കുന്നു. അപ്പം വിഡ്ത്ത് എന്ന് പറയുന്നത് 2 ഹൈറ്റ് എന്ന് പറയുന്നത് 3.5 ആണ്. ഇത് പ്രിന്റ് എടുക്കേണ്ട ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 300 എന്ന് പറഞ്ഞു കൊടുത്തു. ശ്രദ്ധിക്കണം, പിക്സൽ അല്ല, ഇഞ്ചാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഓക്കെ. ഇനി എന്ന് പറയുന്നത് നമുക്ക് ആ കളർ മോഡ് മാറ്റാം. കാരണം ഇത് പ്രിന്റ് എടുക്കേണ്ടതായതുകൊണ്ട് നമുക്ക് CMYK കളർ മോഡിലേക്ക് ഇത് മാറ്റണം. വേറൊന്നും ഇനി ചെയ്യേണ്ട, ജസ്റ്റ് ക്രിയേറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പം നമുക്ക് ഇങ്ങനൊരു സംഭവം വരും. അപ്പം ഇതെന്ന് പറയുന്നത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്ന ഒരു ഫ്രണ്ട് പോർഷനാണ്. ബാക്ക് പോർഷൻ നിങ്ങളുടെ ബാക്ക് പോർഷനും ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട് പോർഷൻ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഫ്രണ്ട് പോർഷൻ ഇപ്പം ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടൊരു ഒരു പോർട്രേറ്റ് കളർ ഒരു ബിസിനസ് കാർഡാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാനവിടെ സോളിഡിൽ പോകുന്നു. ഞാനൊരു സോളിഡ് കളറാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കളർ എന്ന് പറയുന്നത് ഞാൻ 17, 17, 17 എന്ന് പറയുന്ന ഒരു ഹെക്സ് കോഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പ്യുവർ ബ്ലാക്ക് അല്ല. പ്യുവർ ബ്ലാക്കിൻ്റെ ആവശ്യം ഇപ്പം പല ആൾക്കാരും യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കളർ ഞാനിവിടെ ചൂസ് ചെയ്യാണ്. ഓക്കെ. ഇനി എനിക്ക് ഇതിനകത്ത് ഇമ്പോർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേരും എൻ്റെ പ്രൊഫഷൻ എന്താണ് എന്നുള്ളത് ഞാൻ ഇതിനകത്ത് ഇമ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ ഫോട്ടോസും കൂടെ ഞാൻ ഇതിനകത്ത് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഫോട്ടോസിന് വേണ്ടിയിട്ട് ഞാനൊരു ഒരു സർക്കിൾ എടുത്തിട്ട് ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിപ്പോൾ സർക്കിൾ ബ്ലാക്ക് ആയതുകൊണ്ടാണ് നമുക്കത് കാണാൻ സാധിക്കാത്തത്. നമുക്ക് സർക്കിളിൻ്റെ കളർ ഒന്ന് മാറ്റാം. ഓക്കെ. ഞാൻ വൈറ്റ് തൽക്കാലത്തേക്ക് കൊടുത്തു. എന്നിട്ട് ഇതിലേക്കായിരിക്കും ഞാനിനി എൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോസൊക്കെ നമുക്ക് ഇതിനകത്ത് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ പേര് അഖിൽ എന്നായതുകൊണ്ട് ഞാനിവിടെ അഖിൽ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ. AKHIL അഖിൽ. ഓക്കെ. ഇവിടെ ടെക്സ്റ്റ് ഞാനിവിടെ പ്ലേസ് ചെയ്തു. ഈ ടെക്സ്റ്റ് ഞാനൊന്ന് കുറച്ച് വലുതാക്കിയാണ്. ഓക്കെ. പക്ഷേ ഞാനിവിടെ ചൂസ് ചെയ്യാൻ പോകുന്ന ഫോണ്ട് എന്ന് പറയുന്നത് ഏബ്രിൽ ഏബ്രിൽ ഫാറ്റ് ഫേസ് റെഗുലർ എന്ന് പറയുന്ന ഒരു ഫോണ്ടാണ് ഞാനിവിടെ ചൂസ് ചെയ്യുന്നത്. സോറി, ഞാൻ കെ എന്ന് മാറ്റി. ഓക്കെ. ഏബ്രിൽ എന്ന് പറയുന്ന ഈ ഒരു ഫോണ്ടാണ് ഞാനിവിടെ ചൂസ് ചെയ്യുന്നത്. ഒരു റോയൽ ലുക്കിന് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ സെരിഫ് ഫോണ്ട് ഏബ്രിൽ ഫാറ്റ് ഫേസ് എന്ന് പറയുന്ന സെരിഫ് ഫോണ്ടാണ്. ഇത് ഫ്രീ ആണ്, നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ. ഇനി എൻ്റെ പ്രൊഫഷൻ, ഇത് ഞാനൊരു സാൻസ് സെരിഫ് ഫോണ്ടിലേക്ക് കൊടുക്കുകയാണ്. അതിന് ഞാൻ പോപ്പിൻസ് എന്ന് പറയുന്ന ഒരു ഫോണ്ടാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. ഓക്കെ. ഞാൻ പോപ്പിൻസ് റെഗുലർ എന്ന് പറഞ്ഞ് കൊടുത്തു. നമുക്ക് ഇത്രയും സൈസിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഇത്ര സൈസ് വേണ്ടാത്തതുകൊണ്ട് ഞാനിവിടെ 8 എന്ന് പറഞ്ഞ് കൊടുത്തു. നമുക്ക് അത്രയും പോരാ, നമുക്ക് കുറച്ചുകൂടെ കുറയ്ക്കാം. 5, യെസ്, 5 ഈസ് ഇനഫ്. ഓക്കെ. എന്നാൽ ഞാനിവിടെ കൊടുക്കാൻ പോകുന്ന കളർ എന്ന് പറയുന്നത് വൈറ്റ് അല്ല. ഞാനിവിടെ കൊടുക്കുന്ന ഒരു ക്രീം കളർ, അല്ലെങ്കിൽ ഒരു കളറിൻ്റെ ഹെക്സ് കോഡ് ഞാനിവിടെ കൊടുക്കുകയാണ്. ഹെക്സ് കോഡ് എന്ന് പറയുന്നത് 8C7B
61 എന്ന് പറയുന്ന ഒരു ഹെക്സ് കോഡാണ് ഞാനിവിടെ ചൂസ് ചെയ്യുന്നത്. ഈ ഒരു കളറാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡൾ ആവും. അപ്പോൾ നമുക്ക് വൈറ്റ് ആകുമ്പോൾ പെട്ടെന്ന് ഇത് അറിയുമല്ലോ. അപ്പോൾ നമുക്ക് വൈറ്റിന് പകരം ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതിനും സെയിം കളർ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഞാൻ ഇതിലേക്ക് കൊടുക്കാൻ പോകുന്നത് ഞാൻ എന്തൊക്കെ ചെയ്യും എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ ഇനി കൊടുക്കാൻ പോകുന്നത്. അപ്പം ഇനി എന്തൊക്കെ ചെയ്യുമെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റർ ഡിസൈൻ ചെയ്യും. ഒരു ആഹ്, ആഹ്, സോഷ്യൽ മീഡിയ പോസ്റ്റ് ഡിസൈൻ ചെയ്യും. അതൊക്കെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ. ഓക്കെ. ഇതിനകത്ത് എനിക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം. ഞാൻ മോഷൻ ഗ്രാഫിക്സ് ഒക്കെ ചെയ്യും. മോഷൻ ഗ്രാഫിക്സ്, വീഡിയോ എഡിറ്റിംഗ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്യുകയാണ്. ഓക്കെ. നമുക്കിത് നമ്മുടെ ആവശ്യാനുസരണം നമുക്കിത് ചേഞ്ചസ് ചെയ്യാം. ആഹ്, ഞാനിവിടെ ഓക്കെ. ഇത്രയും വലിയൊരു ഇമേജസ് ഞാനല്ല കൊടുക്കുന്നത്. ഇമേജസ് നമുക്ക് ഇത്രയും സൈസ് നമുക്ക് കൊടുത്താൽ മതി. ബേസിക്കലി ഇത്രയും നമുക്ക് കൊടുക്കുക. ആ കൊടുത്തതിന് ശേഷം ഞാൻ ഇതിനെ കോപ്പി ചെയ്യണം. കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എലിപ്സിനെ കോപ്പി ചെയ്യുന്ന കൺട്രോൾ ജെ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് കോപ്പി ആകും. എന്നിട്ട് ഞാൻ ഫിൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഞാനിവിടെ നൾ എന്ന് പറഞ്ഞ് കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ സ്ട്രോക്ക് ഒരു നമ്മുടെ മുമ്പേ സെലക്ട് ചെയ്ത ആ ഒരു കളർ, അതായത് നമ്മുടെ 8C7B61 എന്ന് പറയുന്ന കളർ നമ്മളവിടെ സെലക്ട് ചെയ്തു. ഓക്കെ. അതവിടെ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കത് കാണാൻ സാധിക്കുന്നില്ല. അതിന് വേണ്ടി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൺട്രോൾ ടി പ്രസ് ചെയ്തിട്ട് ഞാനതിങ്ങനെ കുറച്ച് വലുതാക്കി. ഇപ്പം അത് വിസിബിൾ ആണ്. അപ്പോൾ ഇനി എൻ്റെ ഇമേജസ് ഇതിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് വരുമ്പഴ് നമുക്കത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഓക്കെ. ഞാനിനി എൻ്റെ ഇമേജസ് ഞാനിവിടെ പ്ലേസ് ചെയ്തു. ഇനി എനിക്കിത് എലിപ്സിലേക്ക് വരണം. അപ്പോൾ എലിപ്സിലേക്ക് വരണമെങ്കിൽ ഞാൻ നമ്മുടെ എലിപ്സിൻ്റെ ടോപ്പിൽ നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാനതിനെ ക്ലിപ്പിംഗ് മാസ്ക് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇമേജസ് ആ സർക്കിളിനകത്ത് വരും. ഓക്കെ. എന്നിട്ട് ഞാൻ അതിനെ ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഓക്കെ. ഓക്കെ. ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ബോർഡറും കൂടെ കൊടുത്ത് നോക്കാം. നമുക്ക് ബോർഡറും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നൈസ് ആയിരിക്കും. ആ ഒരു റോയൽ ഫീല് അതിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കളർ കൊടുക്കുന്നത്. ഓക്കെ. അതിപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ ഫില്ലും കൂടെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഫില്ല് നമുക്കൊന്ന് ക്ലോസ് ചെയ്യണം. ഓക്കെ. ആഹ്, യെപ്പ്. ഓക്കെ. ഇനി നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഇതാണ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു പോർഷൻ, അല്ലെങ്കിൽ ഫ്രണ്ട് എന്ന് പറഞ്ഞ പോർഷൻ ഞാൻ ഇതാണ് ചെയ്തത്. ഇനി എനിക്കിതിൻ്റെ ബാക്ക് പോർഷൻ ചെയ്യണം. ബാക്ക് പോർഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ബാക്ക് പോർഷനിൽ സെയിം നമ്മുടെ റെസൊല്യൂഷൻ അല്ലെങ്കിൽ റെസൊല്യൂഷൻ 300 നമ്മുടെ സൈസും സെയിമും ഒക്കെ എടുത്തിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ ബാക്ക് പോർഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന കളർ എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ യൂസ് ചെയ്ത ടെക്സ്റ്റിന് യൂസ് ചെയ്ത കളറാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. കാരണം ആ ഒരു ഒരു കളർ കറക്റ്റായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കൊടുക്കുന്നത്. സോ ഞാൻ അതിന് തന്നെ സോളിഡ് കളർ എടുത്തു. ഞാൻ ഇനി അവിടുത്തെ അടിക്കുകയാണ് 8C
7B61 എന്ന് പറയുന്ന ഈ ഒരു കളർ ഞാനിവിടെ ചൂസ് ചെയ്തു. ഓക്കെ. ഇനി എനിക്ക് ഇതിനകത്ത് എന്ത് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അഡ്രസ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ, നമ്മളെ ബന്ധപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊടുക്കുകയാണ്. സോ നമ്മളിവിടെ കൊടുക്കുന്ന 2 കാര്യമാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ നമുക്കിവിടെ കൊടുക്കാം. നമുക്ക് മെയിൽ ഐഡി കൊടുക്കാം. ഓക്കെ. അപ്പം മൊബൈൽ നമ്പരും മെയിൽ ഐഡി അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്രസ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്രസ്സ് ഇവിടെ കൊടുക്കാം. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഐക്കൺസ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഇപ്പം ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്യൂആർ കോഡാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഒരു ക്യൂആർ കോഡോ അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ക്യൂആർ കോഡ് യൂസ് ചെയ്യുന്നത്. പെട്ടെന്ന് നമുക്കൊരു കാര്യം നമുക്ക് കിട്ടണമെങ്കിൽ നമുക്കതിനെ ഒരു പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ക്യൂആർ കോഡൊക്കെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഫോൺ പേ ആണെങ്കിലും ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ അതൊക്കെ വന്നതിന് ശേഷം ക്യൂആർ കോഡ് ൻ്റെ പ്രാധാന്യം വളരെ വളരെ വലുതാണ്. അപ്പം നമ്മളിവിടെ ഒരു ക്യൂആർ കോഡിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സർക്കിൾ തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഞാൻ ആ ഒരു എലമെന്റിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്ലാക്ക് സർക്കിൾ ഇവിടെ കൊടുത്തു. കാരണം നമുക്ക് ആ ക്യൂആർ കോഡ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കൊടുത്തത്. ഇനി ഞാൻ ഇതിലേക്ക് 2 ഐക്കൺസ് ആഡ് ചെയ്യുകയാണ്. ഫോൺ നമ്പറിന് നമുക്ക് സാധാരണയൊക്കെ പലപ്പോഴും കാണാറുള്ളത് നമ്മുടെ റിസീവറിൻ്റെ, അതായത് പഴയ ഫോണിൻ്റെ റിസീവറിൻ്റെ സൈൻസ് ഒക്കെ ഉള്ളതാണ്. എന്നാൽ ഇവിടെ ഞാൻ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫോണിൻ്റെ ഐക്കൺ തന്നെയാണ്. ഓക്കെ. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ ഒന്ന് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു മെയിൽ ഐക്കൺ ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ കളർ ഒന്ന് കൊടുക്കാം. ഞാനത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഞാനിവിടെ 10 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മാറ്റിയിട്ട് ഞാനത് 100 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു കേണി. ഓക്കെ. അത് നമ്മുടെ സെൻറ്ററായിട്ട് വരുന്ന രീതിയിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാന് നമ്മുടെ ഒരു ഫോണിൻ്റെ ഐക്കൺ ഞാനിവിടെ കൊടുക്കുകയാണ്. ഫോണിൻ്റെ ഐക്കണും കൂടെ ഞാനിവിടെ കൊടുക്കുകയാണ്. അത് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അവിടെ നമുക്ക് നമ്മുടെ നമ്പര് നമുക്കിവിടെ കൊടുക്കാം. ഇത് ഞാൻ റാൻഡമായിട്ട് അടിച്ചൊരു നമ്പരാണ്. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു റാൻഡം നമ്പർ നമുക്കിവിടെ കൊടുക്കാം. നിങ്ങളുടെ ഇപ്പം ഇഷ്ടമുള്ള ഒരു നിങ്ങളുടെ ഏതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് അഡ്രസ്സ് ഇവിടെ കൊടുക്കാം. പക്ഷേ ഞാനിപ്പോൾ അഡ്രസ്സ് കൊടുക്കുന്നില്ല. കാരണം ഇപ്പോൾ അഡ്രസ്സിലേക്കൊന്നുമില്ല. ഇപ്പോൾ നേരിട്ട് ആൾക്കാർ ഫോണിലേക്ക് വിളിക്കുകയാണ് പ്രധാനമായിട്ടും. ഇപ്പോൾ ക്യൂആർ കോഡ് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലെ ക്യൂആർ കോഡോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ക്യൂആർ കോഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിപ്പിംഗ് മാസ്ക് യൂസ് ചെയ്തിട്ട് നമുക്കത് സേവ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്കിപ്പോൾ വെബ്സൈറ്റും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ വെബ്സൈറ്റും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ. സോ ഇത്രയേ ഉള്ളൂ ബേസിക്കലി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ്. ഇനി ഇതിലേക്ക് നമ്മൾ മുമ്പേ ചെയ്ത ആ ഒരു നമുക്ക് ആ ബോർഡർ ഒന്ന് ഇതിലേക്കൊന്ന് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ. അപ്പം ഞാനിവിടെ ആ ഒരു ബോർഡർ ഞാനിതിലേക്കൊന്ന്
ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കളർ നമുക്കൊന്ന് മാറ്റണം. പറ്റി കളർ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പിയറൻസിൽ പോയിട്ട് സ്ട്രോക്ക് എന്ന് പറയുന്നത് മാറ്റി നമ്മൾ മുമ്പേ കൊടുത്ത റെഡ് അല്ല അതിൻ്റെ ബദലായിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ നമ്മളിവിടെ കൊടുക്കുകയാണ്. ഓക്കെ. അതൊരു പ്യുവർ ബ്ലാക്ക് അല്ല. ഓക്കെ. ഇനി ഇതിലേക്ക് നമുക്കൊരു ക്യൂആർ കോഡ് നമുക്ക് ജനറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം. തൽക്കാലത്തേക്ക് ജസ്റ്റ് ഞാനൊരു ക്യൂആർ കോഡ് ഞാനിവിടെ കൊടുക്കുകയാണ്. ഈ ഒരു ക്യൂആർ കോഡ് ജനറേറ്റർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ക്യൂആർ കോഡ് അതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ബേസിക്കലി ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് ഇവിടെ ഇപ്പം എന്തെങ്കിലും എൻ്റെ ഇപ്പോൾ ബിഹാൻസിൻ്റെ അക്കൗണ്ട് ഞാനിവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, എനിക്കത് കറക്റ്റായിട്ടത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫയൽ നെയിം ഞാൻ ക്യൂആർ കോഡ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. യെസ്. അപ്പോൾ അത് ക്യൂആർ കോഡ് നമ്മൾ ഇതിലേക്ക് ഒന്ന് പ്ലേസ് ചെയ്യാം. നമ്മുടെ നമ്മുടെ അല്ലെങ്കിൽ അതിനകത്ത് തന്നെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ക്യൂആർ കോഡ് ഡിസൈൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ തൽക്കാലം ഈ ഒരു ക്യൂആർ കോഡ് ഞാനിവിടെ കൊടുക്കുകയാണ്. ഓക്കെ. സോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ബേസിക്കലി ഇത് വളരെ സിമ്പിളായിട്ടൊരു പോർട്രേറ്റ്, അതായത് സാധാരണ നമ്മൾ ലാൻഡ്സ്കേപ്പിലൊക്കെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ പോർട്രേറ്റിൽ നല്ല സൂപ്പറായിട്ട് നമുക്കൊരു ബിസിനസ് കാർഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. കാരണം ഇതൊരു മോഡേൺ ഔട്ട്ലുക്കുള്ള ഒരു സംഭവം തന്നെയാണ്. ഇപ്പോഴും ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് അഡ്രസ്സ് അല്ലെങ്കിൽ ഇത് ബാക്ക് സൈഡ്, ഇത് ഫ്രണ്ട് സൈഡ്, നിങ്ങൾക്കത് മാറി മാറി നിങ്ങൾക്കത് ആവശ്യാനുസരണം യൂസ് ചെയ്യാം. അതുമാത്രമല്ല നിങ്ങൾക്ക് ഇപ്പം സോഷ്യൽ മീഡിയ ഐക്കൺസ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇപ്പം നിങ്ങളിപ്പോൾ നിങ്ങളുടെ പൊസിഷൻ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ പൊസിഷൻ, നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ടൈറ്റിൽ കൊടുത്ത് ചെയ്യാം. സോ അപ്പോൾ ഞാനത് കൊടുക്കുന്നില്ല. കാരണം പെട്ടെന്ന് ഒരു ഗ്രാഫിക് ഡിസൈനർ ഇപ്പോൾ എന്തൊക്കെ ചെയ്യും എന്നുള്ളൊരു ഒരു മൈൻഡ് വരും അവർക്ക്. അപ്പം പോസ്റ്റർ ഡിസൈൻ ചെയ്യും, സോഷ്യൽ മീഡിയ ഡിസൈൻ ചെയ്യും, വീഡിയോ എഡിറ്റിംഗ് ചെയ്യും, മോഷൻ ഗ്രാഫിക് ഒക്കെ ചെയ്യും. അപ്പം ആ ഒരു മൈൻഡ് അവിടെ വരും. സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടൊരു സംഭവമാണ്. നിങ്ങൾക്കിത് ഈസി ആയിട്ട് മനസ്സിലായി എന്ന് തോന്നുന്നു. വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള വീഡിയോസുകൾ നിങ്ങളെ തേടിയെത്തുന്നതാണ്. ഇനി ഞാനൊരു ലാൻഡ്സ്കേപ്പ് മോഡിലും കൂടെ ഒരു ഒരു ബിസിനസ് കാർഡ് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ. താങ്ക്സ് ഫോർ വാച്ചിങ്.